നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കൊന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. 2 പൈല് വെക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്വസ്റ്റ്യൻ എടുക്കാൻ പോകുന്ന ആദ്യം പറയാം. ഇത് ഇന്ന് നോക്കാൻ പോകുന്നത് അവർ ഇൻ ആൻഡ് ഔട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇടയ്ക്ക് നിങ്ങളോട് സംസാരിക്കും, ചിലപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ പോലും മൈൻഡ് ചെയ്യാതിരിക്കും, ചിലപ്പോൾ അവർക്ക് തോന്നുമ്പോൾ വന്ന് സംസാരിക്കും, ആ രീതിയിൽ. ഓക്കെ, അതായത് ഇടയ്ക്ക് ഒരു അകൽച്ച ഫീൽ ചെയ്യും. ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഉണ്ടെങ്കിൽ, ഒരു ഇൻ ആൻഡ് ഔട്ട് അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് നമുക്കൊന്ന് അറിയാൻ നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് മെസ്സേജസും കാർഡ്സും ഒക്കെ ആയിട്ട് 2 പൈല് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാ വേണ്ടതെന്ന്. ഓക്കെ, പൈൽ 1 ഇത് ഈ ഒരു നമ്മുടെ സ്റ്റീൽ കീ ആണ് സാധാ. ഓക്കെ, ആൻഡ് സെക്കൻഡ് പൈൽ ഇതാണ് സെക്കൻഡ് വൺ. ഓക്കെ, പൈൽ 1 പൈൽ 2 നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഓക്കെ, ഞാൻ പൈൽ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം റീഡിങ്. നിങ്ങൾ ഇൻ ആൻഡ് ഔട്ട് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്, എന്താ സിറ്റുവേഷൻ, നമുക്ക് അറിയാൻ നോക്കാം. ഓക്കെ, ആദ്യം ഈ ഡെക്കിന്ന് എടുക്കാൻ ഞാൻ ജസ്റ്റ് അവരുടെ സിറ്റുവേഷൻ, അവരുടെ സാഹചര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീലിങ്സ് ആയിട്ടും എല്ലാം എന്താ കാണുന്നത് നോക്കാം. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ. ഓക്കെ, ചൈൽഡ് കാണുന്നുണ്ട്, ഹൗസ്, unexpected income, expectation, മെയിൻ ഫീമെയിൽ. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ആൻഡ് ഈ ഡെക്ക് നോടി നോക്കാം. ടാരോ എടുക്കുന്നില്ല, അതിന് പകരം ജസ്റ്റ് നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കാം. ഡ്രാഗൺ ഫ്ലൈ, ഹാൻഡ് ഓഫ് കാർഡ്സ്, ഗേൾ ടോക്ക്, healthy choices, palm tree, talking. Okay, butterfly. Okay, എനിക്ക് ആദ്യം തന്നെ തോന്നിയ കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കും, മാരീഡ് ആണ്, കുട്ടികളുണ്ട്, ആ രീതിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ ഈ കാണുന്ന മോസ്റ്റ്ലി ഈ പൈൽ കാണുന്നവർക്ക് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് വിത്ത് ഫാമിലി ആയിരിക്കും. കാരണം ഇവിടെ ഹൗസ് വന്നിരുന്നു, ഓൾറെഡി ചൈൽഡും ഉണ്ട്. ആൻഡ് ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് അത് പറയാം. നിങ്ങൾ ചിലപ്പോൾ മാരീഡും ആവാം. ഓക്കെ, നിങ്ങൾ ഇപ്പം കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ടും ആവാം, നിങ്ങൾക്ക് കുട്ടികൾ, അങ്ങനത്തെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം ഓൾറെഡി. ഓക്കെ, 2 സിറ്റുവേഷനാണ് ഇവിടെ, വളരെ ക്ലിയർ ആയിട്ട് അത് തന്നെയാണ്. ഓക്കെ, ആൻഡ് കാരണം ഇവിടെ കാർമിക് റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് ആൻഡ് ചേസർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതുകൂടി നിങ്ങളുടെ പേഴ്സൺ ഒരു കാർമിക് റിലേഷൻഷിപ്പിലാണിപ്പോൾ. ഓക്കെ, അതായത് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ അവർ വേറൊരു റിലേഷൻഷിപ്പിൽ പോയി പെട്ടിട്ടുണ്ടാവും, അത് അവർക്കൊരു കാർമിക് ആണ് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് കപ്പിൾ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വേറൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതൊരു കാർമിക് റിലേഷൻഷിപ്പ് അവിടെ ഇടയിൽ വന്നിട്ടുണ്ട്. അതായത് കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അതിലവർ എന്തുകൊണ്ട് പെട്ടു എന്ന് ചോദിച്ചാൽ എന്ത് വേണമെങ്കിലും ആവാം. ചിലപ്പോൾ ഫൈനാൻഷ്യൽ എന്തെങ്കിലും ബെനിഫിറ്റിനൊക്കെ ആയിരിക്കാം, എന്തെങ്കിലും ഫൈനാൻഷ്യൽ ഹെൽപ്പ് കിട്ടുന്നുണ്ടാവാം ആ സിറ്റുവേഷനിൽ നിന്ന്. ഓക്കെ, ആ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫൈനാൻഷ്യലി ഹെൽപ്പ് കിട്ടുക, അങ്ങനെ എന്തെങ്കിലും തരത്തിലുണ്ടാവാം. കാരണം ഇവിടെ ഇൻകമിൻ്റെ കണ്ടതുകൊണ്ടാണ്. ആൻഡ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ എവിടെയോ അവർ പോയി പെട്ട ഒരു റിലേഷൻഷിപ്പിൽ ചില എക്സ്പെക്റ്റേഷൻസ് വന്നോ എന്ന് വെച്ചാൽ പരസ്പരം ഒരു എന്താ പറയുക, ആരെങ്കിലും സഹായിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടോ സഹായിക്കുക, എന്തെങ്കിലും ചെയ്തു, അപ്പോൾ അതിൻ്റെ ഒരു പേരിൽ വന്ന ഒരു ബന്ധമായിരിക്കാം. ഓക്കെ, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അറിയുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല നിങ്ങളുടെ പേഴ്സൺ വേറെ തേർഡ് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും പൈസ വാങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഗിവ് ആൻഡ് ടേക്കിൻ്റെ കാര്യം അവിടെ ഉണ്ടാവും. അത് ഫൈനാൻഷ്യൽ മാത്രമല്ല, ആ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ വന്നതുകൊണ്ട് അവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പോ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടിയാണ് അത്. പക്ഷെ കാർമിക് ആണത്. ആ കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ളതാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ അവിടുന്ന് പഠിക്കാനുണ്ടാവും. ഓക്കെ, അത് പക്ഷെ ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിട്ടല്ല, അതൊരു കോഡിപെൻഡൻറ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ചേസർ കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ പിന്നാലെ നിങ്ങൾ ചേസ് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, അവർ നിങ്ങളുടെ അടുത്ത് അകന്ന് നിൽക്കുക, ഇൻ ആൻഡ് ഔട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ പിന്നാലെ നടക്കുന്നുണ്ടാവും. ഓക്കെ, അവർ എന്താ പറയുക, അവരുടെ അടുത്ത് നിന്ന് അറ്റൻഷൻ കിട്ടാൻ അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കെയർ ചെയ്യാൻ എല്ലാം നിങ്ങൾ അവർ പിന്നാലെ പോകുന്നുണ്ടാവും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മാരീഡ് കപ്പിളിൻ്റെ ആണ്. ഓക്കെ, അല്ല ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്, ഇവിടെ നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ പേഴ്സൻ്റെ ലൈഫിലുള്ള തേർഡ് പാർട്ടി, അതായത് ഫാമിലി, അത് ഹസ്ബൻഡ് ഓർ വൈഫ് ആരും ആയിക്കോട്ടെ, ഓക്കെ, അവർ ഒരു കാർമിക് ആണ് എന്ന് പറയാം. ഓക്കെ, ആ കാർമിക്കുമായിട്ടും
നിങ്ങളുടെ പേഴ്സൺ ഒരു ഈ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഒക്കെ ഉണ്ട് അവർ തമ്മിൽ. അതായത് ഈ നിങ്ങളുടെ പേഴ്സണിലെ ഹസ്ബൻഡ് ഓർ വൈഫ് അവർ ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അതായത് പൈസയുടെ കാര്യത്തിൽ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കൊക്കെ അവർ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു 2 സിനാരിയോ. ഓക്കെ, ഇവിടെ ഇനി പറയുന്നത് നിങ്ങൾ തമ്മിലുള്ളത് ബി ലൈറ്റ് ഹാർട്ടഡ്, ഫൈൻഡിങ് ഔട്ട് തിങ്സ് കമ്മിങ് ടു ലൈറ്റ്, അഡാപ്റ്റ്, ചേഞ്ച്, ഹീൽ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാര്യങ്ങൾ തെളിഞ്ഞ് മനസ്സിലാവും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ പേഴ്സണിനോട് സമാധാനപരമായിട്ട് സംസാരിക്കുക എന്നുണ്ട്. കുറ്റപ്പെടുത്തിയിട്ടോ ചോദിച്ചിട്ടോ കാര്യമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനൊരു ഡിഫെൻസീവ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് സംസാരിക്കുക. അതായത് അവരോട് പേഴ്സണിനോട് വളരെ ശാന്തമായിട്ട് സ്നേഹത്തോടെ സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. ഓക്കെ, അങ്ങനെ റിലേഷൻഷിപ്പ് വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. എപ്പോഴും നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ് ഉള്ളത്. ഇവിടെ കാർഡ് എന്ത് പറയണോ നിങ്ങൾ കേൾക്കുക വേണ്ട, നോക്കുക വേണ്ട. നിങ്ങൾക്ക് എന്ത് ശരിയെന്ന് തോന്നണോ, നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളോട് എന്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നോ അതിനെ ബിലീവ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ, ഇതൊക്കെ അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഇവിടെ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്ന പോലെ നമുക്ക് അത്ര ക്ലാരിറ്റി ചിലപ്പോൾ ഇവിടെ ഉണ്ടാവില്ല. സോ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അതൊരു ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാതിരിക്കുക. അത് എന്ത് തന്നെ ആയാലും ശരി. ഓക്കെ, ആൻഡ് ഹാൻഡ് ഓഫ് കാർഡ്സ് ഉണ്ട്, ടേക്ക് എ ചാൻസ്, റിസ്ക്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഒരു ചെറിയൊരു റിസ്ക് എടുത്തിട്ടായാലും ഐ തിങ്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഗേൾ ടോക്ക് പറയുന്നത് ഞാൻ എല്ലാം വായിച്ചിട്ട് എല്ലാം നോക്കിയിട്ട് പറയാം. ഓക്കെ, ടൈം വിത്ത് ഫ്രണ്ട്സ്, മൂവിങ് ഓൺ, ഹാപ്പിലി സിംഗിൾ. ഓക്കെ, യാ, ഐ തിങ്ക് ഇത് നിങ്ങളുടെ അടുത്ത് ഇതൊരു വാർണിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവർ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പേഴ്സൺ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിലും ശരി, അവർ വേറെ ബന്ധത്തിലാണെങ്കിൽ നിങ്ങൾ അവരെ പിന്നാലെ പോവാതിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, അത് നിങ്ങളുടെ ഒരു ആദ്യം നിങ്ങൾ നിർത്തേണ്ട കാര്യം. അതാണ് നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോവാതിരിക്കുക. അവർ എന്താണെന്ന് വെച്ചാൽ അവരെ അവരുടെ പാടിനെ വിടാന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിനെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഹെൽത്തി ചോയ്സസ്, നിങ്ങളെ തന്നെ കെയർ ചെയ്യൂ, സെൽഫ് ലവ് ചെയ്യൂ, സെൽഫ് കെയർ ചെയ്യൂ, നിങ്ങൾ സ്വയം ഹാപ്പി ആവാൻ നിങ്ങൾ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഇതൊരു ടോക്സിക് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. കാരണം ഇൻ ആൻഡ് ഔട്ട് സിറ്റുവേഷൻ ആണ്, നിങ്ങൾ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ വേറെ ഏതോ സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുവാണ്. ഓക്കെ, സോ നിങ്ങളത് മനസ്സിലാക്കി സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, ഗ്രോത്ത്, എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി. ഇത് ഫ്ലെക്സിബിലിറ്റി നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് ഒരു സ്റ്റെബിലിറ്റി വരും എന്നെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെതായ സമയം എടുക്കുമായിരിക്കും. ഓക്കെ, കാരണം ആ റിലേഷൻഷിപ്പ് അത്ര ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുവരാൻ സാധിക്കില്ല. അല്ല, ഇപ്പോൾ നിങ്ങൾ മാരീഡ് ആണ്, അവർ വേറെ റിലേഷൻഷിപ്പിൽ പോയി എന്ന് പറഞ്ഞാലും അവിടെ ഫൈനാൻഷ്യൽ കോഡിപ്പെൻഡൻസി വന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് വിട്ടുമാറി വരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ ചോയ്സസ് നിങ്ങൾ എടുക്കുക. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ചോയ്സസ് എടുക്കുക. ഓക്കെ, അങ്ങനെ ഇൻ ആൻഡ് ഔട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനവനെ ടോക്കിംഗ്, നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു കോൺവെർസേഷൻ വരും. ഓക്കെ, ഞാൻ ഓൾറെഡി ക്ലാരിറ്റിയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ തമ്മിലൊരു സംസാരം വരാനുള്ള സാധ്യതയുണ്ട്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സിറ്റുവേഷൻ എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞറിയും ചിലപ്പോൾ. ഓക്കെ, പലരും പറഞ്ഞിട്ട് അറിയുമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു വ്യക്തത നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടും, നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിച്ചിട്ടായാലും ശരി, എങ്ങനെയായാലും ശരി. ഓക്കെ, ബട്ടർഫ്ലൈ ഉണ്ട്, റിലേഷൻഷിപ്പ് ഇവോൾവിങ് ടു ദ നെക്സ്റ്റ് ഫേസ്, ഹീലിംഗ് ദ ഇന്നർ ചൈൽഡ്, ഗ്രോത്ത്. ഓക്കെ, റിലേഷൻഷിപ്പ് ചിലവർക്ക് ഇവിടെ ബെറ്റർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റെബിലിറ്റി വരും. ഓക്കെ, വരാനുള്ള സാധ്യതയുണ്ട്, മാറി വരും. പക്ഷെ നിങ്ങൾ ആദ്യം ചേസിങ് നിർത്തുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഇൻഡിപെൻഡൻസിലേക്ക് നിങ്ങൾ വരാം. ഓക്കെ, ആ പേഴ്സണെ ചേസ് ചെയ്ത് പോവാതിരിക്കുക. അവരുടെ സിറ്റുവേഷൻസ് ഞാൻ എപ്പോഴും ഐ തിങ്ക് ഞാൻ പറയുന്നത് വളരെ സ്ഥിരമായിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഡയലോഗ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ അവർക്ക് വിടുക. അവരെന്തെങ്കിലും കാർമിക് റിലേഷൻഷിപ്പിൽ അവർ പെട്ടിട്ടുണ്ടെങ്കിൽ, ഈവൻ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ പോലും ഞാൻ പറയും, നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് അല്ലെങ്കിൽ എന്ത് തന്നെയായാലും അവർ വേറൊരു കാർമിക് റിലേഷൻഷിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ലെസൺ അവർക്ക് കിട്ടും. അത് യൂണിവേഴ്സായിട്ട് കൊടുക്കും, ഉറപ്പാണ്. ഓക്കെ, നിങ്ങളത് ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഐ തിങ്ക് അതാണ് ഇവിടുത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ കാണുന്നത് എനിക്ക്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയിൽ ആണ്. ആ റിലേഷൻഷിപ്പിൽ ഐ തിങ്ക് അവർ ഒരു കാർമിക് ആണത്. അത് എൻഡായി പോകും. കാർമിക് റിലേഷൻഷിപ്സ് ആക്ച്വലി ഒരു പീരീഡ് കഴിയുമ്പോൾ എൻഡാവും. അത് ചിലപ്പോൾ എത്ര എടുക്കും സമയം നമുക്ക് പറയാൻ പറ്റില്ല. കർമ്മ തീരുന്നതിനനുസരിച്ചിരിക്കും. ഓക്കെ, അവർ ലെസൺ പഠിക്കുന്നതിനനുസരിച്ചിരിക്കും. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനം എടുത്തോളൂ. ഇവിടെ കാണുന്ന പക്ഷേ ഒരു കോഡിപെൻഡൻസി നിങ്ങളുടെ ഭാഗത്തുനിന്നും അവർ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അത് മാറ്റി വെക്കാം, അത് നിർത്തി വെക്കാം. ഓക്കെ, ആ പേഴ്സൺ വേറൊരു എന്തെങ്കിലും റിലേഷനിലാണെങ്കിൽ അവരെ ഒന്ന് തൽക്കാലം മാറ്റി വെച്ചേക്കാം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാം.
ഇവിടെ അങ്ങനെ ഒരു പൈലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നത് അതായത് അവർ വേറെ റിലേഷനിലാണ്, വേറെ ഒരു കാര്യം അവരുടെ ലൈഫിലുണ്ട്, അതുകൊണ്ടാണ് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർ വേറെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും അപ്പോൾ നിങ്ങൾ തീരുമാനം പക്ഷെ നിങ്ങൾ എടുക്കൂ. എന്തായാലും ഞാൻ മെസ്സേജസ് കൂടി എടുക്കാം, പേഴ്സണൽ മെസ്സേജസും ഒന്നുകൂടി നോക്കാം. ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ്. ഓക്കെ, ലെറ്റ്സ് സീ. നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് കൂടി നമുക്ക് എടുക്കാം. ഷഫിൾ ചെയ്ത് വെച്ചതാണ് ഓൾറെഡി. Challenges are to overcome and bring us to a stronger bond. They are not supposed to break us apart. Okay. Don't lose faith. Good things are ahead of us. Okay. Let's reflect ourselves in this situation when we are not together to make a rightful decision. Okay. If I ever put off my mask, will you accept another real me? Endings might bring better beginnings. Okay. ഇവിടെ പറയുന്നത്, പേഴ്സൺ പറയുന്ന ഒന്ന്, നിങ്ങൾ തമ്മിൽ ചാലഞ്ചസ് ഉണ്ട്. ഓക്കെ, ആ ചാലഞ്ചസ് നിങ്ങളെ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾ ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ചാലഞ്ച് ആയിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് നിങ്ങൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ തമ്മിലൊരു സ്ട്രോങ്ങർ ആക്കും എന്നും പറയുന്നുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്ങോടെ നിങ്ങൾ ആ പേഴ്സണിനെ ഹെൽപ്പ് ചെയ്ത്, ലൈക്ക് ആ ഒരു കാർമിക്കുന്ന നിങ്ങൾ പുറത്തു വന്നോ, നമ്മളല്ല ചെയ്യേണ്ടത് അതൊക്കെ. പക്ഷെ എവിടെയെങ്കിലും നിങ്ങൾ സപ്പോർട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് കൊടുത്ത് ഒരു അറിയില്ല, നോക്കാം, അത് ഓരോരുത്തർ ഓരോ സിറ്റുവേഷൻ പോലെ ഇരിക്കും. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ ബോണ്ട് സ്ട്രോങ്ങർ ആവും എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഡോണ്ട് ലൂസ് ഫെയ്ത്ത്. ഗുഡ് തിങ്സ് ആർ അഹെഡ് ഓഫ് us. പേഴ്സൺ പറയുന്നുണ്ട് എന്നിട്ട് നമ്മൾ തമ്മിൽ എല്ലാം ബെറ്റർ ആവും, ശരിയാവും, ഗുഡ് തിങ്സ് വരും എന്ന് യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക എന്നും പറയുന്നുണ്ട്. അത് പേഴ്സൺ അല്ല, യൂണിവേഴ്സും പറയുന്നുണ്ട് ട്രസ്റ്റ് വെക്കൂ എന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് റിഫ്ലക്ട് അവർ സെൽസ്. ഇത് നിങ്ങൾ അവനവനിലേക്ക് നോക്കാനാണ് പറയുന്നത്. ഞാനതാ പറഞ്ഞത്, നിങ്ങൾ അവനവനിൽ വർക്ക് ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സമയമാണിത്. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് അത് നിങ്ങൾ നോക്കുക, മനസ്സിലാക്കുക, ഹീൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്തിനാണ് ആ പേഴ്സൺ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എന്തോ ഒരു കിട്ടാൻ പോലെ നിങ്ങൾ പോവുകയാണ്. പക്ഷേ ഞാൻ പറയാറുണ്ട് എപ്പോഴും, പുറത്തുനിന്ന് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കുക, അവനവനെ സ്നേഹിക്കുക, അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, അത് മാത്രമേ എപ്പോഴും ശാശ്വതമായിട്ട് നിലനിൽക്കുള്ളൂ. വേറൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കിട്ടാൻ എന്തെങ്കിലും പ്രതീക്ഷ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും ശാശ്വതമായിരിക്കില്ല. ഓക്കെ, അങ്ങനെ ഡിപ്പെൻഡൻസി വരാനും പാടില്ല. സോ നിങ്ങൾ അവനവനെ തന്നെ സ്നേഹിക്കുക. ഇഫ് ഐ എവർ പുട്ട് ഓഫ് മൈ മാസ്ക് വിൽ യു അക്സെപ്റ്റ് അനദർ. ഇവിടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ മാസ്ക് മാറ്റിയല്ല, അതായത് അവർ ആ ഒരു റിയൽ ഫേസ് കാണിച്ചാൽ നിങ്ങൾ അവരെ ശരിക്കും ഇഷ്ടപ്പെടുമോ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ചില ക്ലാരിറ്റി വരാനുണ്ട് എന്നല്ല, ചില കാര്യങ്ങൾ കോൺവെർസേഷൻ വരാനുണ്ട്, ക്ലാരിറ്റി വരാനുണ്ട് എന്നൊക്കെ. അപ്പോൾ ആ സംസാരം ഐ തിങ്ക് വരുമ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ അവരെ വേറെ തേർഡ് പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ട് എന്നൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന രീതിയിലാണ് ചോദിക്കുന്നത്. അവരുടെ കുറവുകളോട് കൂടി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന്. ഓക്കെ, ചോയ്സ് നിങ്ങളുടെയാണ്. പക്ഷേ എൻഡിങ്സ് മൈറ്റ് ബ്രിങ് ബെറ്റർ ബിഗിനിങ്സ്. നിങ്ങൾ തമ്മിൽ ഒരു എൻഡിങ് ഉണ്ടെങ്കിൽ അതിനുശേഷം നല്ലൊരു ബിഗിനിങ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, പേഴ്സൺ ഒരു റിയലൈസേഷൻ്റെ സമയമായിരിക്കും അല്ലേ. നിങ്ങൾ തമ്മിൽ എൻഡായിട്ട് ഒന്ന് മാറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ചില റിയലൈസേഷൻ പേഴ്സണിന് വരും. അവർക്ക് ആരാണ് ഇമ്പോർട്ടൻറ്റ്? ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് ഡിസിഷൻ നിങ്ങളുടെ കയ്യിലാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു കോഡിപെൻഡൻസ്, ഇങ്ങനെ ഒരു അതിൽ നിങ്ങൾ ചേസ് ചെയ്ത് പോകരുത്. ഒന്നാമത്തെ കാര്യം. ഓക്കെ, നിങ്ങൾ അവനവൻ്റെ കാര്യം നോക്കുക, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. പേഴ്സൻ്റെ സിറ്റുവേഷൻ അവർ ക്ലിയർ ചെയ്തിട്ട് വരട്ടെ. ഓക്കെ, ഇവിടെ ഇൻ ആൻഡ് ഔട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക ഇങ്ങനെ ബന്ധത്തിൽ നിൽക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക. ഓക്കെ, സോ പൈൽ 2ലേക്ക് മൂവ് ചെയ്യാം നമുക്ക്. പൈൽ 2. ഓക്കെ, പൈൽ 2ൻ്റെ നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൺ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളടുത്തൊരു സ്റ്റഡി ആയിട്ടൊരു ഇതിൽ നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് അറിയാൻ നോക്കാം. എന്താണ് പേഴ്സൻ്റെ മൈൻഡിൽ അവരുടെ സിറ്റുവേഷൻ, എന്താ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ, എല്ലാം നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ നോക്കാം. ഈ ഡെക്ക് എടുക്കാം. ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അല്പം ഒരാഴ്ച നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, മാരേജ്, മെസ്സേജ് ഓഫ് കൺസേൺ. ഓക്കെ, ഇവിടെ ആക്ച്വലി കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡൈവേഴ്സ് കേസിൻ്റെ ഇതിൽ നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, അവർ മാരീഡ് ആണ്. ഐ തിങ്ക് അവരുടെ സെപ്പറേഷൻ അല്ലെങ്കിൽ കേസ് വല്ലതും നടക്കുന്നുണ്ടാവാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എല്ലാം മാരീഡ്, 2 പൈലും മാരീഡിൻ്റെ ആണ് വന്ന്. എനിക്കറിയില്ല, മേ ബി കൂടുതൽ കാണുന്നവർ ഇനി അങ്ങനത്തെ ആണോ എനിക്കറിയില്ല. ഇത് നിങ്ങളുടെ പേഴ്സൺ ഒരു മാരേജ് സിറ്റുവേഷൻ, മാരീഡ് ആണ്. ആൻഡ് അവരൊരു കോർട്ട് കേസോ കാര്യങ്ങളോ നടക്കുന്നതായിട്ട്, ഡൈവേഴ്സിന് വേണമെങ്കിൽ ശ്രമിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് വല്ലതും നടക്കുന്നുണ്ടാവും. ആ രീതിക്കാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ആൻഡ് മെസ്സേജ് ഓഫ് കൺസേൺ ഉണ്ട്, ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, എന്താണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ കാണുന്ന ഡേറ്റ്, ഹാമർ, മിറർ, ദ ഗോൾഡൻ മിറർ, ഓക്കെ, ക്യാമറ, the Grim Reaper, clock. സോറി, ആക്ച്വലി അറിയില്ല, നെഗറ്റീവ് പറയാൻ രണ്ട് തരത്തിലും എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇനി വല്ല ഡൈവേഴ്സ് കേസിൻ്റെ ഇതിലാണോ പെട്ടിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡൈവേഴ്സ് കേസിൽ ഡൈവേഴ്സോ, കാരണം കോർട്ട് കേസും കണ്ട് ഫാമിലിയും മാരേജും കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു കോർട്ടിൻ്റെ കാര്യം, കേസിൻ്റെ കാര്യം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പേഴ്സൺ പെട്ടിട്ടുണ്ടാവാം. മെസ്സേജ് ഓഫ് കൺസേൺ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ഒരു, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് അല്പം ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കുന്നില്ല, ഒന്ന് മാറി നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയില്ല എന്താ പേഴ്സൺ എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് അവർക്ക് എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു മെസ്സേജ് ഓഫ് കൺസേൺ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന എന്തോ ഒരു കാര്യം, ഒരു മെസ്സേജ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ മെസ്സേജിനെ കുറിച്ച്, അത് ചിലപ്പോൾ ഡൈവേഴ്സ് കേസിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ്, അവരുടെ ഫാമിലിയിൽ നടക്കുന്ന എന്തെങ്കിലും കേസ്, ലൈഫിൽ നടക്കുന്ന അവരെന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ ഒരു കേസിൻ്റെ കാര്യമായിരിക്കും. എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ അതാണ് വന്നിരിക്കുന്നത്. ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ മീറ്റിംഗ് സമ്മൺ ന്യൂ, ഡേറ്റിംഗ്, സത്യം പറഞ്ഞാൽ ഇവിടെ അഡ്വൈസ് നിങ്ങളോട് വരുന്നത് ദ റിലേഷൻഷിപ്പ് ഇസ് ഓവർ, നോ സെക്കൻഡ് ചാൻസസ് എന്നൊക്കെയാണ്. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, നിങ്ങൾ ഡൈവേഴ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ അത് ഡൈവേഴ്സ് നടക്കും എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ഡൈവേഴ്സ് നടക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വരുന്നതായിട്ട്, എൻഡിങ് വരുന്നതായിട്ടാണ് ഇവിടെ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങളോട് മൂവ് ഓൺ ചെയ്യാൻ ഇവിടെ പറയുന്നുണ്ട്. ഗ്രോ ആൻഡ് ട്രാൻസ്ഫോം യുവർ ലൈഫ്, നിങ്ങളുടെ ഗ്രോത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ എന്ന രീതിയിലാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിറ്റുവേഷനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങളുടെ ഡൈവേഴ്സ് നടക്കും, ഡൈവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതൽ കാണുന്നുണ്ട്. ഓക്കെ, വളരെ ആക്ച്വലി ഹൈ ചാൻസസ് ആണ്. നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, ഓക്കെ, ഞാനിപ്പോൾ ആ രീതിക്ക് പറയാം ആദ്യം. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യൂ, നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകൂ എന്ന രീതിയിലാണ് പറയുന്നത്. ഇവിടെ സബോട്ടാജ്, റീബിൽഡ്, ഇൻട്രോഗേഷൻ, റിപ്പറ്റേറ്റീവ് പെർസിസ്റ്റൻസ്, ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ഇങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, അത് നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ കേടുവരുത്തി എന്ന് വേണം പറയാൻ, നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കില്ല. ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ഇത് കേടുവരുത്തിയ ലക്ഷണമാണ്. മിറർ, ആക്ച്വലി മിററിങ് ഈച്ച് അതർ, സെൽഫ് ഇമേജ്, റിലേഷൻഷിപ്സ് റിഫ്ലക്ട് അവർ വൂൺസ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്കൊരു ലെസൺ എന്താണെന്ന് വെച്ചാൽ, ഒരു ലെസൺ നിങ്ങളുടെ ഭാഗത്തേക്ക് പറയുകയാണെങ്കിൽ, എവിടെയോ നിങ്ങളുടെ ഉള്ളിലുള്ള അതേ ഫിയേഴ്സ്, അതേ പേടികൾ, അതേ ചിന്തകൾ നിങ്ങളുടെ പേഴ്സണിലും വരുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ഇപ്പം അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തിലേക്ക് നിങ്ങൾ തന്നെ ആലോചിക്കേണ്ടി വരും. എന്താണ് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ തന്നെയാണ് അവർ റിഫ്ലക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കുന്നത് എന്നാണ് പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് ഇനി ശരിക്കും നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, എന്താണ് ഈ മിറർ ഇമേജ് എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, ഓക്കെ, അത് അവരുടെ മനസ്സിലുണ്ട് എന്ന് പറയാം. ഓക്കെ, അവർ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതുണ്ട് ഇവിടെ. ഓക്കെ, ഗോൾഡൻ മിറർ, സെൽഫ് അബ്സോർബ്, നാർസിസിസ്റ്റ്, വൺ സൈഡ് റിലേഷൻഷിപ്പ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് മാരീഡ് നിങ്ങളാണെങ്കിൽ പോലും, നിങ്ങൾ മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവിടെ നിങ്ങളോട് അവർക്കൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടില്ല. ഓക്കെ, അവർക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അവർ വളരെ സെൽഫ് അബ്സോർബ്ഡ് പേഴ്സൺ ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ അവർ നാർസിസിസ്റ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല. മേ ബി ഇനിയിപ്പോൾ ഫാമിലി റിലേഷൻ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചു, അങ്ങനത്തെ വല്ലതൊക്കെ ആയിരിക്കാം. ഫാമിലിയുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ചു എന്നായിരിക്കാം. അപ്പോൾ എവിടെയോ അവർ, പിന്നെ അത് മാത്രമല്ല അവർ വളരെ അബ്സോർബ്ഡ് എന്ന് വെച്ചാൽ സെൽഫ് അബ്സോർബ്ഡ് ആണ്. എന്ന് വെച്ചാൽ അവനവൻ ആണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അവർ സ്വയം ഞാനാണ് ഇമ്പോർട്ടൻറ്റ് എന്ന രീതിയിലാണ് അവരെ മനസ്സിലെപ്പോഴും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നിങ്ങൾക്ക് പറ്റിയ റിലേഷൻഷിപ്പ് അല്ല എന്നും പറയാം. ഓക്കെ, ആൻഡ് ക്യാമറ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മെമ്മറീസിനെ കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, നല്ല മൊമെന്റ്സ് നിങ്ങൾ ചിലപ്പോൾ ആദ്യം മാരേജ് കഴിഞ്ഞ സമയത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷേ അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് ഐ തിങ്ക് നിങ്ങൾ ലേൺ ഫ്രം ദ പാസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയോ പഠിക്കാനുണ്ട്, നിങ്ങൾ മോൺ ചെയ്യൂ എന്ന രീതിയിലാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് എൻഡിങ് ആയിരിക്കും എന്ന രീതിയിലാണ്. സെക്കൻഡ് ചാൻസസ് ഇല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, ഈ സിറ്റുവേഷൻ ഇതൊരു എൻഡിങ്ങിലേക്കാണ് പോകുന്നത് എന്ന രീതി. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, ഓക്കെ, അഗെയിൻ ആൻഡ് അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ, നിങ്ങളുടെ ഡൈവേഴ്സ് കേസ് വല്ലതും നിങ്ങൾ കൊടുക്കുന്നുണ്ട്, ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ, യെസ്, ഇത് ഡൈവേഴ്സിലേക്ക് എത്തും. ആൻഡ് ക്ലോക്ക്, നീഡ് ടൈം, ടേക്സ് ടൈം, സൈക്കിൾ, ഇത് ആക്ച്വലി നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോവാം.
നിങ്ങൾ അവനവനെ ഹീൽ ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന രീതിക്കാണ്. ഓക്കെ, ക്ലാരിറ്റി വരും നിങ്ങളുടെ കാര്യത്തിൽ, ക്ലാരിറ്റി കിട്ടും, ട്രൂത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്യുക, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഇത് ഒരു സിനാരിയോ ഞാൻ പറഞ്ഞു, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ എന്ന്. ഓക്കെ, അല്ല അപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിലും അവരുടെ റിലേഷൻഷിപ്പിൽ ഒരു കോർട്ട് കേസോ ഡൈവേഴ്സോ ഒക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനത്തെ ആ സെക്കൻഡ് സിനാരിയോ നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനത്തെ ഒരു സിനാരിയോ ആണെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി അവിടെ ഡൈവേഴ്സ് ഉണ്ടാവില്ല എന്നും തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ പേഴ്സൺ മേ ബി തിരിച്ച് റീയൂണൈറ്റ് ആവുമെന്നാണ്. സോറി, 2 സെപ്പറേറ്റ് സിറ്റുവേഷനാണ് ഇവിടെ, മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എടുത്തെടുത്ത് പറയേണ്ടി വരും, ക്ഷമിക്കുക എന്നോട്. നിങ്ങളെ മനസ്സിലാക്കി, കാരണം 2 സിനാരിയോ എനിക്ക് ശരിക്കും കറക്റ്റായി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും കേസോ കാര്യങ്ങളോ ആയിട്ട് അവർ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് മാരേജ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളാണ്, ഡൈവേഴ്സ് ആവണമെന്നില്ല, എന്ത് തന്നെ ആയാലും ശരി, അവർ കോർട്ട് കേസോ കാര്യത്തിനോ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ആക്ച്വലി ഇതൊരു എൻഡിങ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ അഗെയിൻ സെയിം തിങ്, 2 സിറ്റുവേഷനിലും അത് തന്നെയാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു എൻഡിങ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. അവർ മൂവ് ഓൺ ചെയ്ത് അവരുടെ ലൈഫിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അവർക്ക് മെസ്സേജ് ഓഫ് കൺസേൺ മേ ബി അവരുടെ വൈഫിനെ കുറിച്ചോ ഹസ്ബൻഡിനെ കുറിച്ചോ എന്തെങ്കിലും മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവാം. എനിക്ക് അവർ കോർട്ട് കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി, പക്ഷെ ഇവിടെ എനിക്ക് വീണ്ടും ഒന്നാവോ എന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാനാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഇതൊരു സോൾവ് ആവില്ല എന്ന രീതിക്കാണ്. ഓക്കെ, കാരണം അവർ നിങ്ങളുടെ പേഴ്സൺ ഐ തിങ്ക് മേ ബി നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാവും അവർ. ഓക്കെ, അവർ ഓൾറെഡി മാരീഡ് ആയിരിക്കും. അവർ തമ്മിൽ വല്ല കോർട്ട് കേസോ വല്ലതൊക്കെ നടക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് അടുത്തിട്ടുണ്ടാവാം, അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവാം. പക്ഷേ ആ പേഴ്സൺ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് അവർ തിരിച്ച് അവരുടെ ഫാമിലിയുടെ അടുത്തേക്ക് തന്നെ പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും അവർക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവാം ഫാമിലിയെ കുറിച്ചുള്ള കൺസേണിങ് ആയിട്ടുള്ള. അപ്പോൾ അവർ തിരിച്ച് വീണ്ടും ഒന്നാവുന്ന ഒരു തരത്തിലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇത് ഓർത്തിരിക്കേണ്ട. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന രീതിക്കാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതൊക്കെ സെയിം ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിനെ ആ പേഴ്സൺ എവിടെയോ ഒരു നാർസിസിസ്റ്റ് ആണ്. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങൾക്കൊരു വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, അവർ നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് ഓൾറെഡി ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അവരെവിടെയോ ഐ തിങ്ക് തിരിച്ച് ഫാമിലിയുമായിട്ട് ഓൾറെഡി മാരീഡ് ആണ്, അവർ വേറെ മാരീഡ് ആണെങ്കിൽ അവർ തിരിച്ച് ഫാമിലിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ എന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 2 സിനാരിയോ കാണുന്നുണ്ട്. എന്തായാലും ശരി, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും എന്ത് സിറ്റുവേഷൻ ആയാലും ശരി ഇവിടെ ഒരു എൻഡിങ് എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ഒരു പേഴ്സൺ നിങ്ങളെ കിട്ടും എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, മീറ്റ് എ ന്യൂ പേഴ്സൺ എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി വരും. ഓക്കെ, ഇവിടെ ഈ റിലേഷൻഷിപ്പ് അത് അധികം മുന്നോട്ട് പോകുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. ഓക്കെ, ഇതൊരു ലേശം കൺഫ്യൂസിങ് ആയിപ്പോയി, പക്ഷെ അത് 2 സിനാരിയോ വന്നുകൊണ്ടാണ്. നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. കണ്ടോ, അറ്റ് ദിസ് മൊമെന്റ് ഐ തിങ്ക് വി ഷുഡ് ബി ഫ്രണ്ട്സ് എന്നാണ് പറയുന്നത്. ബിഗ് ഈഗോസ് വുഡ് ലീഡ് ദിസ് റിലേഷൻഷിപ്പ് ടു എ ഡാർക്കർ പ്ലേസ്. ഐ ഡോണ്ട് തിങ്ക് ഐ ഡിസേർവ് യു. I just need some time. ഒന്നും കൂടി നോക്കാം, ഒരു കാർഡും കൂടി എടുത്തേക്കാം. ഓക്കെ, ഐ എം ചൂസിങ് മൈസെൽഫ്. ഇവിടെ പറയുന്നത് അറ്റ് ദിസ് മൊമെന്റ് ഐ തിങ്ക് വി ഷുഡ് ബി ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ കാരണം അവർ ഓൾറെഡി മാരീഡ് അങ്ങനെ വല്ലതും ആണെങ്കിൽ അവർ പറയുന്നത് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മതി എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മുന്നോട്ട് മൂവ് ഓൺ ചെയ്യുമെന്ന്. ഓക്കെ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിലും ശരി, അവർ നിങ്ങളുടെ അടുത്ത് ഒരു സെപ്പറേഷൻ ആയിട്ട് ജസ്റ്റ് ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിൽ അവർ വെക്കാൻ ഐ തിങ്ക് ആഗ്രഹിക്കുന്നുണ്ട്. ബിഗ് ഈഗോസ് വിൽ ലീഡ് ദിസ് ടു എ ഡാർക്കർ പ്ലേസ്. ഐ തിങ്ക് ഇവിടെ ഈഗോ കാരണമൊക്കെ ആയിരിക്കാം. ഇപ്പം നിങ്ങൾ ഓൾറെഡി മാരീഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഇവിടെ അവർ ഈഗോ ഒക്കെ കാരണമായിരിക്കും ഇത് റിലേഷൻഷിപ്പ് നിങ്ങളെ സിറ്റുവേഷൻ വേഴ്സ് ആയത്, മോശമായത്. അപ്പോൾ ഇവിടെ ഒരു ഡൈവേഴ്സിലേക്ക് എത്തുന്നതായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ഐ ഡിസേർവ് യു. എവിടെയോ നിങ്ങളുടെ പേഴ്സൺ ഒരു തോന്നലുണ്ട് ദാറ്റ്, അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിലാണോ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ഐ ഡിസേർവ് യു എന്ന് പറയുന്നുണ്ട്. എനിക്ക് അപ്പം
നിങ്ങളെ കുറച്ചുകൂടി ബെറ്റർ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ അവർക്ക് തന്നെ തിരിച്ചറിവുണ്ട് ചിലതൊക്കെ. ഐ ജസ്റ്റ് നീഡ് സം ടൈം ടു ഗിവ് മോർ ഇൻ അവർ റിലേഷൻഷിപ്പ്. അവർ പറയുന്നത് കുറച്ച് സമയം വേണം എനിക്കതെല്ലാം ഒന്ന് ശരിയാക്കി വരാനെന്നൊക്കെയാണ് പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക്, പക്ഷെ അത് നടക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു എൻഡിങ്ങിൻ്റെ സിനാരിയോ വളരെ സ്ട്രോങ് ആയിട്ടാണ്. ഐ എം ചൂസിങ് മൈസെൽഫ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവരെ സ്വയം ചൂസ് ചെയ്യണം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നാർസിസിസ്റ്റ് ആയിരിക്കും എന്ന്. അവനവനെ തന്നെയാണ് അവർക്ക് കൂടുതൽ കെയർ എന്നുള്ള രീതിയിൽ സെൽഫ് അബ്സർവ്ഡ് പേഴ്സൺ ആണ് അവർ. അവനവനാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അങ്ങനെയുള്ളൊരു സിനാരിയോ ആണ് ഇവിടെ കാണുന്നത്. സോ ഐ തിങ്ക് ഈ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഓൾറെഡി മാരീഡ് കപ്പിൾ ആണെങ്കിൽ നിങ്ങളുടെ ഡൈവേഴ്സ് നടക്കാൻ അങ്ങനെ വല്ലതും പ്ലാൻ ഉണ്ടെങ്കിൽ യെസ്, അത് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ കാണുന്നുണ്ട്. അല്ല, നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ് എന്ന സിറ്റുവേഷൻ ആണെങ്കിലും ഐ തിങ്ക് നിങ്ങൾ തമ്മിലൊരു എൻഡിങ് എന്ന രീതിക്ക് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പക്ഷെ ഇത് നല്ല സിറ്റുവേഷൻ അല്ല. സോ അതിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാം. നിങ്ങൾക്ക് അത് തന്നെയാണ് നല്ലത് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.